കൊച്ചി കോർപ്പറേഷനിൽ തർക്കത്തിനിട നൽകാതെ മേയറെ കണ്ടെത്തുമെന്ന് കോൺഗ്രസ്. നഗരവികസനത്തിനായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആൾ മേയറാകും. മുന്നണിയിലെ അഭിപ്രായ ഏകീകരണത്തിനും കൂടിയാലോചനകൾക്കും ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. തിളക്കമാർന്ന വിജയത്തോടെയാണ് UDF കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചത്. 76-ൽ 47 വാർഡുകളിലും UDF വെന്നിക്കൊടി പാറിച്ചു. പ്രതിപക്ഷ നേതാവ് നേരിട്ട് നീക്കിയ കരുനീക്കം. വിവാദങ്ങൾക്കിട നൽകാത്ത വിധം മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതിലും അതുണ്ടാകുമെന്ന് വ്യക്തം. ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, VK മിനിമോൾ എന്നിവരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് അവകാശം ഉന്നയിച്ചെന്ന വാദം കോൺഗ്രസ് തള്ളി. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചകളൊന്നും നടന്നില്ല. അത് UDFനകത്തോ കോൺഗ്രസ് പാർട്ടിക്കകത്തോ അങ്ങനെ ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഈ നഗരവികസനത്തിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു മേയറെ പാർട്ടിയും മുന്നണിയും തീരുമാനിക്കും. കേരളത്തിൽ BJPയെ വളർത്തുന്ന കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് CPM ആണെന്നും കൊച്ചി കോർപ്പറേഷനിലും തൃപ്പൂണിത്തുറ നഗരസഭയിലും ഉൾപ്പെടെ അത് പ്രകടമാണെന്നുമാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. അപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെയും സ്വരാജിൻ്റെയും ഒക്കെ സമീപനം എന്ന് പറയുന്നത് BJPയെ സഹായിക്കുന്ന സമീപനമാണ്. കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഈ ഐലൻഡ് ഡിവിഷനിൽ CPMന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 38 വോട്ടാണ്. ബാക്കി വോട്ട് എവിടെ പോയി? ബാക്കി വോട്ട് BJPക്ക് കൊടുത്തു. അതുപോലെ എറണാകുളം സെൻട്രൽ ഡിവിഷനിൽ CPMന്റെ വോട്ട് 150-ലധികം വോട്ടാണ് കാണാനുള്ളത്. അതില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളൊന്നുമില്ല. അതും BJP സ്ഥാനാർത്ഥിക്കാണ് പോയത്. എറണാകുളം ഈ നോർത്തിൽ CPMന്റെ വോട്ട് 100ഓളം വോട്ടുകൾ ഇവിടെയും കുറഞ്ഞിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ച UDF വിവാദങ്ങൾക്കിട നൽകാത്ത വിധം അധികാര സ്ഥാനങ്ങൾ നിശ്ചയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. NDA നിലമെച്ചപ്പെടുത്തിയപ്പോൾ പരാജയത്തിന്റെ കാരണം പരിശോധിക്കുകയാണ് LDF. മീഡിയ 1 കൊച്ചി.